ന്യൂസ് ടുഡേയിലേക്ക് വീണ്ടും എ റഹീം എംപിയെയും ഭാര്യയെയും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നുള്ള കേസിൽ ആലപ്പുഴ സ്വദേശി സജിമോൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. സജിമോൻ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പോലീസ് പറയുകയാണ്. സ്റ്റേഷൻ ജാമ്യം നൽകി ഇയാളെ വിട്ടയച്ചിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഹരി മോഹൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഹരി പറയും. 2025 ഒക്ടോബർ മാസമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ വിദേശത്ത് നിന്ന് മടങ്ങി വരുന്നുള്ള വിവരം അറിഞ്ഞത്. അങ്ങനെയാണ് ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇയാൾ മടങ്ങി വരുന്ന സമയത്ത്, അതായത് സജിമോൻ വിമാനം ഇറങ്ങി ഇമിഗ്രേഷൻ പോയിന്റിൽ വെച്ചിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ വെച്ച് പ്രാഥമികമായൊരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന നിലയ്ക്കാണ് അത് പോലീസ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ വേണ്ടി വന്നു കഴിഞ്ഞാൽ അയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. റഹീമിന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം പങ്കുവെച്ചുകൊണ്ട് ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ നടത്തി അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് സജിമോനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില പ്രൊഫൈലുകൾക്കെതിരെ കൂടി പരാതികൾ ഉണ്ടായിരുന്നു. ആ പ്രൊഫൈലുകൾ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നടക്കുന്നതായാണ് പോലീസ് പറയുന്നത്. എന്തായാലും മാസങ്ങൾക്കിപ്പുറമാണ് ഈ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് പുറത്തു നിന്നുകൊണ്ട്, അതായത് പ്രവാസി മലയാളി എന്ന നിലയിൽ കോൺഗ്രസിന് വേണ്ടി നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ. അത്തരത്തിൽ ഉള്ള ചില പോസ്റ്റുകളിലാണ് ആദ്യം തുടക്കം. റഹീമിന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ ഈ ഭാര്യയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് എടുത്ത് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ലൈംഗിക ചുവയുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ തന്നെ ഇയാൾ നടത്തിയത്. ശരി, ഹരിമോഹനാണ് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് ടുഡേ അവസാനിക്കുകയാണ്. ഇനി